എൻ്റെ പാർട്ട്നേഴ്സ്, പുതിയ കുടുംബാംഗങ്ങൾ, ഏതാണ് ബയോ ലെജൻസ്. അതായത് ഡോക്ടർ സുധീർജിയിലൂടെ ഈ പ്രോഗ്രാം കിട്ടുകയും ഒരു ബയോജൻസ് എന്ന് പറയുന്ന വലിയൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും ഈ പ്രൊഡക്റ്റ് സ്നേഹത്തോടു കൂടി പലർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ കഴിഞ്ഞ 2021 ഫെബ്രുവരി 1 ഓർത്തു പോകും. മഹാനവമി ഹോട്ടൽ ഗ്രേറ്റ് വിനി സാറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ണറായി കണ്ട ലിഷിയെ പരിചയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരിയെ പരിചയപ്പെടുന്നു. അപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി. എൻ്റെ വീട് തൃശ്ശൂർ മാളയിലാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടും എൻ്റെ വീട് തൊട്ടടുത്ത് അഷ്ടമിച്ചിറ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ 2 വർഷം കൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഈ 14 ജില്ലയിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും ഇതിൻ്റെ വിത്ത് എത്തിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മിസ്റ്റർ ബെന്നി സാറിനെയും റിജോയെയും കാണുമ്പോൾ ആ വിത്തിനകത്ത് ഇത്രയധികം വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു ആപ്പിൾ കാണുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 4-5 വിത്ത് ഉണ്ടെന്ന് കാണാം. പക്ഷെ ഒരു ആപ്പിളിനകത്ത് ഇത്രയും വലിയ വനമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. റിജോ, താങ്ക് യു വെരി മച്ച്. കേട്ടോ, ഇത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ദിസ് ഈസ് റിയൽ. ഈ തൃശ്ശൂരിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലും ഓരോ ജില്ലകളിലും എത്രയോ ആൾക്കാരുണ്ട്. അവരാരും ഇന്ന് ഇവിടെ കണ്ടില്ലല്ലോ. ദൈവം ബ്ലെസ് ചെയ്ത, ദൈവം തിരഞ്ഞെടുത്ത, എനിക്കറിയാം ഇതിലെ ഓരോരുത്തരുടെയും ഹിസ്റ്ററി എനിക്കറിയാം. എന്താ കാരണം അവരെല്ലാം തന്നെ പലപ്പോഴും പരിചയപ്പെടാറുണ്ട്, മീറ്റിങ്ങിലായിട്ടും പേഴ്സണലായിട്ടും. അവരൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർ പറഞ്ഞ ഓരോ വാക്കുകൾ മിസ്റ്റർ ജോഷിയിലൂടെ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പോ മറ്റോ ഇതേ ഹോളിൽ പ്രോഗ്രാം നടക്കുമ്പോൾ ഹൃദയം അലിയിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റിമണികളൊക്കെ ഈ പറയുന്ന ലയൺസ് ഗ്രൂപ്പിൽ നിന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാം ഞാനും നിങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. പറഞ്ഞല്ലോ ലവ് ലൈൻ അല്ല, ഞാൻ ഹാർട്ട് ടു ഹാർട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഇപ്പോൾ അഡ്വക്കേറ്റ് മഞ്ജുള സംസാരിച്ചപ്പോൾ എനിക്ക് ഹൃദയം ത്രസിക്കുകയാണ്. ഇതുപോലുള്ള ആൾക്കാർക്ക് ഈ കേരളത്തിലുണ്ട്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഒരു സുവിശേഷം ജനങ്ങളിൽ എത്തിക്കാൻ. എന്തിൻ്റെ? ആരോഗ്യത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അതിനേക്കാളും ഇവിടെ കരുതലിൻ്റെയും. എൻ്റെ കണ്ണ് തുറന്നുപോയി മിസ്റ്റർ റിജോ ഓരോ വാക്ക് പറയുമ്പോഴും. ഒരു പക്ഷേ എനിക്ക് സാധിച്ചില്ല. റിജോയേക്കാൾ 2 മാസം മുമ്പോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പോ വന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് സാധിക്കാത്ത കാര്യം എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ എന്ന് എനിക്ക് തോന്നുക. എൻ്റെ മകന് 36 വയസ്സൊക്കെ ആയി. ഇപ്പം എത്ര വയസ്സായി റിജോ? ചോദിച്ചെന്നുള്ളൂ. 33 31. ഓക്കെ, എന്തായാലും ഞാൻ അഭിമാനത്തോട് പറയാം, കേരളത്തിൽ ഈ പറയുന്ന ബയോ ലെജൻസ് ഒരു തരംഗമായി മാറട്ടെ. ഞാൻ ഡോക്ടർ സുധീർജി കൂടി ഇന്ന് കാറിൽ പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. ഇനി സെലിബ്രിറ്റികൾ വരാൻ പോകുന്നത് സിനിമാ വ്യവസായത്തിൽ നിന്നോ അത്ലറ്റ്സിൽ നിന്നല്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് പറയാൻ പോണേ. ഞാനൊരു പ്രൊഫറ്റൊന്നുമല്ല, പ്രവചിക്കുന്ന ആളുമല്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ മകനും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇനിയും ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ വരാൻ പോകുന്നത് വെൽനസ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. യാതൊരു തർക്കമില്ല. അതിൽ ഒരു ക്യാപ്റ്റൻസിയോടുകൂടി സേവി അർജിയും ഒപ്പം തന്നെ പ്രൊഡക്റ്റിൻ്റെ നോളജും അതിന് ഹൃദയവും തുറന്നു കൊടുക്കുന്ന ഡോക്ടർ സുധീർജിയെ പോലുള്ള 2 കമാൻഡേഴ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളൊന്ന് കമാൻഡോ ആയിട്ട് നിന്നാൽ മതി. നമുക്ക് ഈ പട്ടണങ്ങൾ ഓരോന്ന് പിടിക്കാൻ പറ്റും. ഇന്ന് ആമ്പല്ലൂരിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ എഫക്റ്റ് എൻ്റെ 14 ജില്ലയിലും ഇതിൻ്റെ എക്കോ പോയിക്കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും ഞാൻ ഇതിൻ്റെ ഓരോ ഫോട്ടോസും ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. ഇതുപോലെ എത്ര ഗ്രൂപ്പുകളുണ്ട്. ഇത് വളരെ ഫാസ്റ്റാണ്. കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് നമ്മളെ കണ്ണ് നീരണിയിച്ച ഒരു കൊറോണ നമ്മൾ കണ്ടു ഇല്ലേ? എന്തൊക്കെ പോയി? ആരോഗ്യവും പോയി, സമ്പത്തും പോയി. ഇല്ല, തിരിച്ചു വരാൻ ഡോക്ടർ സുധീർജി പറഞ്ഞ പോലെ ഒരു പുതിയ അവതാരമായിട്ട് ഡിസംബർ 10 തീയതി അദ്ദേഹവും 14 ഞാനും ഡിസംബർ 1 മിസ്റ്റർ സേവ്യർജിയൊക്കെ ഈ പ്രോഗ്രാമിൽ വന്നപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതിൻ്റെ സത്യത്രയാണെന്ന്. പക്ഷേ എങ്കിലും ഞങ്ങൾ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഒന്നുള്ളൂ, കേരളത്തിൽ ഇത് വലിയൊരു റെവല്യൂഷൻ തന്നെ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങൾ കാറിലിരുന്ന് സംസാരിച്ചതായിരുന്നു. ഒരു മമ്മൂട്ടിയെ സിനിമ ഫീൽഡിൽ ചിലപ്പോൾ സെലിബ്രിറ്റി കാണുള്ളൂ, ഒരു മോഹൻലാലിനെ കാണുന്നുള്ളൂ, ഒരു സഞ്ജു സാംസനെ കാണുന്നുള്ളൂ. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലൂടെ 100 കണക്കിന് സേവ്യർമാരും 100 കണക്കിന് റിജോമാരും 100 കണക്കിന് സുധീർജിയും 100 കണക്കിന് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്കറിയാം 1 year 1 CR എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് എത്തും. 2025 ഓരോ പട്ടണങ്ങളിലും നിങ്ങൾ അയക്കുന്ന വാർഡുകളിലും നിങ്ങൾ അച്ചീവേഴ്സ് മാത്രമല്ല, ഒട്ടേറെ പേരെ കണ്ണീരൊപ്പുന്ന, ഒട്ടേറെ പേരെ കൈപിടിച്ച് നിർത്തുന്ന, ഒട്ടേറെ കരുതലിലൂടെ ഏറ്റെടുക്കുന്ന ഓരോ മദർ തെരേസകളും
ഓരോ എന്താ പറയുക ജീസസ് ക്രൈസ്റ്റുകളുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.